ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത് അറബ് ലീഗ് സബ്മിറ്റ് ഒരു എമർജൻസി സബ്മിറ്റാണ് വിളിച്ചു കൂട്ടിയത്. അപ്പോൾ എല്ലാവരും തന്നെ ദോഹയിലാണ് ഈ ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചത്. അപ്പോൾ അതിലേക്ക് വരാം. പ്രധാനമായിട്ട് ഒരു 7 രാജ്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കടുത്ത നിലപാടുകൾ എടുക്കണം എന്നുള്ള രീതിയിൽ സംസാരിച്ചത്. പക്ഷേ അതിനകത്ത് പ്രാക്ടിക്കാലിറ്റി ഇഷ്യൂസ് ഉണ്ട്. അവർ പല വിഷയങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അതിനു മുമ്പ് തന്നെ ഇന്ത്യയുടെ ഇമ്പോർട്ട് എക്സ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് അമേരിക്കയുടെ ഒരു താരിഫ് അപ്ലൈ ചെയ്തതിന് ശേഷം കഴിഞ്ഞ ഓഗസ്റ്റ് മാസം ഇന്ത്യ എങ്ങനെയാണ് എക്സ്പോർട്ടിൽ പെർഫോം ചെയ്തിരുന്നത് എന്നുള്ള വിഷയം ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ച് പോവാം. നമ്മൾ ശരിക്കും 6.7% എക്സ്പോർട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ താരിഫ് ഇന്ത്യക്ക് പ്രഖ്യാപിച്ചതിന് ശേഷം കേട്ടോ. അമേരിക്ക മാത്രമല്ല, മൊത്തത്തിൽ ഗ്ലോബലി ഇന്ത്യയുടെ എക്സ്പോർട്ടാണ് പറയുന്നത്. ഇന്ത്യയുടെ എക്സ്പോർട്ട് നമ്മൾ 6.7% ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. പല ആൾക്കാരും ഇവിടെ ഇരുന്ന് ഭയങ്കരമായിട്ട് ഇന്ത്യയുടെ എക്സ്പോർട്ട് താറുമാറാവും, ഇന്ത്യയുടെ എക്സ്പോർട്ട് കുറയും, ഇന്ത്യ ഭയങ്കരമായിട്ടുള്ള നഷ്ടത്തിലേക്ക് പോവും, അമേരിക്ക ഇല്ലെങ്കിൽ ഇന്ത്യക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല, ഇമാതിരിയുള്ള തള്ളുകളെല്ലാം നമ്മൾ കേട്ടതാണ്. ആ താരിഫോട് കൂടിയാണ് ഇന്ത്യ നടത്തിയിരിക്കുന്നത് ഈ ഒരു എക്സ്പോർട്ട് സർജ് എന്ന് വേണമെങ്കിൽ പറയാം. ഏതാണ്ട് 32.89% കഴിഞ്ഞ ഓഗസ്റ്റിൽ നമ്മളുടെ എക്സ്പോർട്ട്. ഇത്തവണ ഈ 2025 ഓഗസ്റ്റിൽ 35.10 എന്നുള്ള ലെവലിലേക്ക് നമ്മൾ ഉയർത്തിയിരിക്കുകയാണ് പെർസെൻറ്റേജ്. എന്നാലോ ഇനിയൊരു പ്ലസ് പോയിന്റും കൂടിയുണ്ട്. അത് നമ്മളുടെ ഇമ്പോർട്ട് നമ്മൾ 10% കുറച്ചിട്ടുണ്ട്. നമ്മളുടെ കയറ്റുമതി നമ്മൾ ഉയർത്തിയിട്ടുണ്ട് 6.7%. നമ്മളുടെ ഇറക്കുമതി നമ്മൾ 10% കുറച്ചിട്ടുണ്ട്. ഇതൊരു ഗുഡ് സൈനാണ്. താരിഫൊക്കെ നിങ്ങൾ അവിടെ മറക്കൂ, അതവിടെ ഇരിക്കട്ടെ. കാരണം അമേരിക്ക മാത്രമല്ല ഈ ലോകത്തുള്ള ഒരേ ഒരു രാജ്യം. ലോകം ഇങ്ങനെ പരന്ന് വിരിഞ്ഞ് കിടക്കുകയാണ്. നമുക്ക് എവിടെ വേണമെങ്കിലും കച്ചവടം നടത്താം ഒന്നുമില്ല. നമ്മളിപ്പം ഇത്രയും നാളും അമേരിക്കയെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരുന്ന സാഹചര്യത്തിൽ മറ്റുള്ള മാർക്കറ്റുകൾക്ക് അത്ര വലിയ പ്രാധാന്യം കൊടുത്തിരുന്നില്ല. 68 ബില്യൻ്റെ ഇറക്കുമതിയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഓഗസ്റ്റ് മാസം നമ്മൾ കണക്കെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ വർഷം നമ്മൾ ശരിക്കും 61 ബില്യൺ ആയിട്ട് അത് കുറച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് 10% അതിൻ്റെ ഒരു വേരിയൻസ്. തീർച്ചയായിട്ടും എക്സ്പോർട്ടിലും ഇമ്പോർട്ടിലും ഈ ഒരു വേരിയേഷൻ വരുന്ന സ്ഥിതിക്ക് ട്രേഡ് ഡെഫിസിറ്റിലും ചെറിയ രീതിയിൽ ആ ഒരു ഡിഫറൻസ് നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ചെറിയ രീതി എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയല്ല, ശരിക്കും 35.64 ബില്യൺ ആയിരുന്നു കഴിഞ്ഞ ഓഗസ്റ്റിൽ ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ടായിരുന്നത്. ആ ട്രേഡ് ഡെഫിസിറ്റ് ഇപ്പോൾ കുറവ് രേഖപ്പെടുത്തുന്നത് 26.59 ബില്യൺ ആയിട്ട് ട്രേഡ് ഡെഫിസിറ്റിൽ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് ഈ 50% താരിഫ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ നമ്മൾ ഈ ഒരു അച്ചീവ്മെന്റ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കുറേ കൂടെ നമ്മളുടെ വ്യാപാരം പല മേഖലകളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് 1-2 മാസം എടുക്കുമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ ഓഗസ്റ്റ് മാസം തന്നെ ഗവൺമെന്റ് വളരെ ശക്തമായ രീതിയിൽ ട്രേഡ് ഡീലുകൾ മുന്നോട്ട് കൊണ്ടുപോവുകയും അതിനോടൊപ്പം ട്രേഡ് ഡീലിൽ ഉൾപ്പെടാതെ തന്നെയുള്ള വ്യാപാരങ്ങൾ തുടർന്നിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇനിയൊരു ഗുഡ് ന്യൂസ്, INSTC ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് കോറിഡോർ അറിയാലോ, റഷ്യ ടു ഇറാൻ ചാബഹാർ പോർട്ട് വഴി മുംബൈ മുദ്ര പോർട്ടിൽ എത്തിക്കുന്ന ആ ഒരു ട്രേഡ് റൂട്ട് INSTC, അതുമായിട്ട് ബന്ധപ്പെട്ട് വർക്കുകൾ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആയിട്ട് നടക്കുകയാണ്. നെക്സ്റ്റ് മന്ത് ഈ ട്രേഡ് റൂട്ട് ഓപ്പൺ ആവും. കാരണം ഇന്ത്യ ഈ ഒരു അമേരിക്കയുടെ 50% താരിഫിനെ ഒരു സൈഡിൽ ഇങ്ങനെ നീക്കി വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് തകൃതിയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അമേരിക്ക ശരിക്കും ഒരു സൈഡിൽ എക്സ്പോസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് പ്രത്യേകിച്ചും ഇന്ത്യക്ക് മേളിൽ അപ്ലൈ ചെയ്ത താരിഫിനെ ചൊല്ലിയാണ് ഇപ്പോൾ എക്സ്പോസ്ഡ് ആകുന്നത്. അതിലേക്ക് ഞാൻ വരാം. ഒക്ടോബർ 2025 INSTC ഓപ്പൺ ആവും. ഈ INSTC ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ യൂറോപ്പ് മേഖല ടച്ച് ചെയ്യാതെ, റെഡ് സീഡ് ട്രേഡ് റൂട്ട് ടച്ച് ചെയ്യാതെ, നമ്മൾക്ക് വേണ്ട ഓയിൽ ആയിക്കോട്ടെ എന്ത് സാധനം ആയിക്കോട്ടെ റഷ്യയിൽ നിന്നും വളരെ സീക്രട്ട് ആയിട്ട് തന്നെ ഇന്ത്യക്കുള്ളിൽ എത്തും. അതായത് ഷാങ്ഹായ് കോർപ്പറേഷനിൽ ബന്ധമുള്ള രാജ്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു രാജ്യങ്ങളുടെ ഉപദ്രവം ഇല്ലാണ്ട് നമുക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട്, പ്രത്യേകിച്ചും യൂറോപ്യൻസിന്റെ ഒരു രീതിയിലുള്ള തള്ളുകളോ ഒരു രീതിയിലുള്ള സാങ്ഷൻസോ ഒരു രീതിയിലുള്ള ഭീഷണികൾക്കോ വഴങ്ങാതെ നേരെ സാധനം ഇന്ത്യക്കുള്ളിൽ എത്തും. ഇനി റഷ്യൻ ക്രൂഡ് ആണെങ്കിൽ അങ്ങനെ, റഷ്യൻ കോൾ ആണെങ്കിൽ അതങ്ങനെ, റഷ്യയുമായിട്ട് നമ്മൾ ചെയ്യാനിരിക്കുന്ന ട്രേഡ് ആണെങ്കിൽ അങ്ങനെ. ഈ ഷിപ്പിംഗ് ത്രൂ വരുമ്പോഴത്തേക്കും ഒരുപാട് കസ്റ്റംസ് എക്സ്പെൻസസും ഷിപ്പിംഗ് റൂട്ടിന്റെയും കംപ്ലീറ്റ് കാര്യങ്ങളും കൂടുതൽ എക്സ്പെൻസസ് ആവുകയാണ്. ഇതിന്റെ ഒരു 85% ഇത് റോഡിലൂടെയാണ്, ബൈ ലാൻഡ് ആണ് ഇതിന്റെ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ ചാബഹാർ പോർട്ടിൽ നിന്ന് മുംബൈയിലേക്ക് വരുന്ന ആ ഒരു ചെറിയ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. അത്ര എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കും. ഇനി ഇതിന്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ രാജ്യങ്ങളുടെയും അമേരിക്കയുടെ ഒക്കെ ആ ഒരു കഴുകൻ കണ്ണുകൾ എപ്പോഴും ഇന്ത്യ എത്ര എക്സ്പോർട്ട് നടത്തുന്നു, എത്ര ഇമ്പോർട്ട് നടത്തുന്നു, ഇതൊക്കെ ലിസ്റ്റ് എടുത്തുകൊണ്ട് നടക്കുക. പല ടാങ്കർ ഷിപ്പുകൾക്ക് സാങ്ഷൻ കൊണ്ടുവരിക, റഷ്യയിൽ നിന്നും എണ്ണ മേടിക്കുന്ന ടാങ്കർ ഷിപ്പുകൾക്ക് സാങ്ഷൻ കൊണ്ടുവരിക. ഈ പരിപാടികളൊക്കെ അവർ നടത്തിയിട്ട് അവർ വീട്ടിലിരിക്കത്തേ ഉള്ളൂ. നമ്മൾ വളരെ നീറ്റായിട്ട് ചാബഹാർ പോർട്ടിൽ എത്തിച്ച് സാധനം മുംബൈ പോർട്ടിൽ എത്തിക്കും. ഇതാണ് ഇപ്പോൾ നമ്മുടെ പ്ലാൻ. വളരെ ക്ലിയർ വിഷനോട് കൂടി എടുത്തിരിക്കുന്ന പ്ലാനാണ്. അതായത് റഷ്യൻ ഓയിൽ മേടിക്കുന്നത് നമ്മൾ നിർത്താൻ പോകുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയാണ് ഈ ഒരു വിഷയം. ഇനി ഹൂത്തികൾ അവിടെ കിടന്ന് അടിക്കുവോ, റെഡ് സീയിൽ ഇറാൻ പിടിച്ചു വെക്കുവോ, ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല.
അപ്പോൾ റഷ്യൻ ട്രേഡുമായിട്ടുള്ള ഒരു കോൺഫിഡൻഷ്യാലിറ്റി നിലനിർത്തിക്കൊണ്ട് നമ്മൾ റഷ്യയുമായിട്ട് ട്രേഡ് തകൃതിയായിട്ട് ചെയ്യും. അത് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത് ഒരുത്തനും ഇന്ത്യക്ക് മേളിൽ വന്നിട്ട് ഓർഡർ ഇടണ്ട, നീ ഇവിടെ നിന്ന് മേടിക്കണം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് മേടിക്ക്, നീ ഇത് ചെയ്യരുത്, നീ ഇത് ചെയ്യ്, ഈ രീതിയിലുള്ള ഒരു ആജ്ഞാപനയും വേണ്ട. അത് അമേരിക്ക ആയാലും ശരി തന്നെ, അത് ആരാണെങ്കിലും ശരി തന്നെ. ഇന്ന് മുതൽ 6ാം ഘട്ട ട്രേഡ് നെഗോസിയേഷൻ തുടങ്ങിയിരിക്കുകയാണ്. 5 സെഷൻസ് കംപ്ലീറ്റ് ആയി. ഇപ്പം ഇതിനകത്ത് അമേരിക്കയുടെ ആ ഒരു ഇരട്ടത്താപ്പെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് വേറെ ഒന്നുമില്ല. ആദ്യം ഇവർ റഷ്യൻ ഓയിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യക്ക് താരിഫ് ഇട്ട്. ഇപ്പോൾ റഷ്യൻ ഓയിലുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമേ ഇല്ല, റഷ്യയ്ക്ക് മേളിൽ സാങ്ഷനും ഏർപ്പെടുത്തുന്നില്ല, റഷ്യയുമായിട്ട് ഡീൽ ചെയ്യുന്ന യൂറോപ്യൻ യൂണിയനുമായിട്ട് ഒരു പ്രശ്നമില്ല, റഷ്യയുമായിട്ട് ഡീൽ ചെയ്യുന്ന ചൈനയുമായിട്ട് ഒരു പ്രശ്നമില്ല. എന്നാലും ഇന്ത്യക്ക് മേളിൽ ചുമത്തിയിരിക്കുന്ന 25% ആ ഒരു പെനാൽറ്റി അഥവാ പ്യൂണിറ്റീവ് താരിഫ് എന്ന് പറഞ്ഞ് ആ താരിഫിനെ കുറിച്ച് അമേരിക്ക കമ എന്ന് പറഞ്ഞൊരു അക്ഷരം മിണ്ടാൻ തയ്യാറല്ല. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇന്ത്യയോട് ജലസാണ്. ഇന്ത്യ ഒരു സൈഡിൽ പാഠം പഠിപ്പിക്കണം എന്നാണ് അവർ തീരുമാനിച്ചിരുന്നത്. പക്ഷേ അത് തിരിച്ചടിയാവുന്ന രംഗമാണ് ഇപ്പം കാണാൻ കഴിയുന്നത്. എന്നാലോ ഇപ്പം അടുത്ത് ഇതെല്ലാം പോയിട്ട് ഇപ്പം ഹാവേർഡ് ലുട്നിക്ക് വന്നിരിക്കുകയാണ്. കോൺ, അതായത് ഇന്ത്യ അമേരിക്കൻ കോണിന്റെ മേലുള്ള താരിഫ് എടുത്ത് മാറ്റണം, അതായത് അഗ്രികൾച്ചർ താരിഫ് മാറ്റാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പ്രഷർ ഇടുകയാണ്. അതായത് അമേരിക്കയ്ക്ക് എന്താണ് പ്രശ്നം? നിങ്ങൾക്ക് അമേരിക്കൻ അഗ്രികൾച്ചർ പ്രോഡക്റ്റ് ഇന്ത്യയിൽ വിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണോ പ്രശ്നം? അല്ലെങ്കിൽ ഇന്ത്യ റഷ്യ എടുക്കുന്ന ഓയിൽ മേടിക്കുന്നതാണോ പ്രശ്നം? എന്താണ് താങ്കളുടെ പ്രശ്നം? അമേരിക്കക്കാരുടെ പ്രശ്നം എന്താണ്? താരിഫ് ഞങ്ങളുടെ പ്രൊട്ടക്ഷൻ പോളിസിയാണ്, ഇന്ത്യയുടെ പ്രൊട്ടക്ഷൻ പോളിസിയാണ് താരിഫ്. എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഇന്ത്യയിൽ കുറെ കോണുണ്ട്, അങ്ങോട്ട് കയറ്റി അയക്കട്ടെ. നിങ്ങളൊരു കാര്യം ചെയ്യുന്നു, ഇന്ത്യൻ കോൺ മേടിക്കൂ. നമുക്ക് ഇപ്പോൾ അമേരിക്ക പറയുന്ന പോലെ എല്ലാ രാജ്യങ്ങളും പറയാമല്ലോ, ഞങ്ങളുടെ രാജ്യത്ത് അരിയും ഗോതമ്പും അതേപോലെ തന്നെ കോണും എല്ലാം സമൃദ്ധിയായിട്ട് നമ്മളും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, ഞങ്ങൾ അമേരിക്കയിലോട്ട് കയറ്റി അയക്കാം. എന്താണ് താങ്കളുടെ അഭിപ്രായം? അപ്പം അതായത് അവർക്ക് വേണ്ട രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ രാജ്യത്ത് കോൺ വേണ്ട, നിങ്ങളുടെ രാജ്യത്തിന് ഒരുപാട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഒരു പ്രൊട്ടക്ഷൻ പോളിസി കോണിന്റെ മേളിൽ ഒരു താരിഫ് ആക്കി അവിടെ വെക്കൂ. അപ്പോൾ അന്യരാജ്യത്തു നിന്നുള്ള കോൺ അവിടെ ഇറക്കുമതി ചെയ്യേണ്ട, ധാരാളം നിങ്ങളുടെ രാജ്യത്തിൽ തന്നെ ആ കോൺ ഉൽപ്പാദിപ്പിച്ച് അവിടുത്തെ ആൾക്കാർ തന്നെ കൂടുതൽ ഉപയോഗിക്കും. അത് കഴിഞ്ഞിട്ട് എക്സസ് ആയിട്ടുള്ള എമൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ മിഡിൽ ഈസ്റ്റ് ഭാഗങ്ങളിൽ കയറ്റി അയക്കൂ, അവിടെയൊക്കെ കോൺ ഉൽപ്പാദനം ഇല്ല. അങ്ങനെ ഈ പ്രോഡക്റ്റ് ഇല്ലാത്ത രാജ്യങ്ങൾക്ക് കയറ്റി അയക്കൂ. ഈ പ്രോഡക്റ്റ് ഉള്ള രാജ്യത്തിലേക്ക് തന്നെ ഞങ്ങൾ അടിച്ചേൽപ്പിക്കും എന്നുള്ള ആ നയമുണ്ടല്ലോ, അത് എന്തിന്റെ പേരിലാണ്? കോൺ ഉൽപ്പാദിപ്പിക്കാൻ പറ്റാത്ത ഒരുപാട് രാജ്യങ്ങളുണ്ട്, അവിടെയൊക്കെ കയറ്റൂ. അതാണ് ഹാവേർഡ് ലുട്നിക്ക് ഈ ബിസിനസ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ട വിഷയം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർക്ക് എന്താണ് പ്രശ്നം, എന്തിന്റെ പേരിലാണ് ഇപ്പോൾ ഈ താരിഫ് ഇട്ടതെന്ന് പോലും തെളിച്ച് പറയാൻ പറ്റാത്ത രീതിയിൽ ഇന്ത്യയുമായിട്ട് അടുത്ത നെഗോസിയേഷനിലേക്ക് തയ്യാറാവുകയാണ് അമേരിക്ക. ഇനിയിപ്പോൾ നമ്മൾ അറബ് സബ്മിറ്റുമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ പ്രധാനമായിട്ട് ചർച്ച ചെയ്തു പോയ കുറച്ച് പോയിന്റുകൾ വളരെ പെട്ടെന്ന് തന്നെ പറഞ്ഞു പോവാം. അതിന്റെ അവസാനം ഇസ്രായേൽ ഒരു മാസ് മറുപടി കൊടുത്തിട്ടുണ്ട്, അതാണ് ഇതിലെല്ലാം ഹൈലൈറ്റ്. ഇവർ ഇത്രത്തോളം മീറ്റിംഗ് നടത്തി ഘോര ചർച്ച നടത്തിയിട്ടും ക്ലിയർ ആയിട്ടുള്ള ഒരു വിഷൻ ഔട്ട്പുട്ട് ഇല്ല, അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അൽത്താനിയാണ് ഈ ഒരു മീറ്റിങ്ങിന് തുടക്കം കുറിച്ചത്, ഖത്തർ അമീർ. അപ്പോൾ ഇങ്ങനെ തുടക്കം കുറിച്ച സമയത്ത് തന്നെ പറഞ്ഞത് ഇസ്രായേൽ വളരെ അറഗന്റ് ആയിട്ടുള്ള ഒരു അറ്റാക്കാണ് നടത്തിയത്, തീർച്ചയായിട്ടും ഖത്തറിന്റെ സോവറിനിറ്റിയെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഒരു ആക്രമണമാണ്. അതിനോടൊപ്പം അവിടെ മസൂദ് പെസസ്കിയാൻ ഇരിപ്പുണ്ട്. ഇസ്രായേലിന്റെ 12 ദിവസത്തെ യുദ്ധത്തിന്റെ അവസാനം ഖത്തറിന്റെ മണ്ണിലേക്ക് തന്നെയാണ് ആക്രമണം നടത്തിയത് ഇറാൻ. ആ സമയത്ത് ഖത്തർ അതിഭീകരമായ രീതിയിൽ ഇറാനെ വിമർശിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അത് ഇതേ ശൈലിയിൽ തന്നെ, അതായത് ഇപ്പൊ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിനോട് പ്രതികരിക്കുന്ന ഇതേ ശൈലിയിൽ തന്നെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അവർ രണ്ടും ചിരിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന രംഗമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം അവരെന്തെങ്കിലും ആയിക്കോട്ടെ, അനിയന്മാർ ചേട്ടന്മാരൊക്കെ അവർ ആ രീതിയിൽ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കും, കുഴപ്പമൊന്നുമില്ല. മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അവർ ആ നാടകത്തിലൊക്കെ ഏർപ്പെട്ടത് എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് ബോധ്യപ്പെടുന്നത്. അപ്പൊ അറബ് ലീഗ് മസ്റ്റായിട്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ട് റിറ്റാലിയേറ്റ് ചെയ്യണം, ഇസ്രായേലിനെ ഒരു പാഠം പഠിപ്പിക്കണം. ഇങ്ങനെ പോയാൽ ശരിയാവില്ല. അറബ് രാജ്യങ്ങളുടെ മേളിൽ ഇങ്ങനെ ആക്രമണം നടത്തിയിട്ട് ഇസ്രായേൽ അങ്ങനെ നെളിഞ്ഞ് നടക്കണ്ട എന്നാണ് ഖത്തറിന്റെ ഒരു അഭിപ്രായം. അതോടൊപ്പം ഒരു വാക്കുകൂടി അവർ കൂട്ടിച്ചേർത്തത്, ഇതേ ഇസ്രായേലാണ് ഖത്തറിന്റെ മണ്ണിൽ വന്ന് മീഡിയേഷനിൽ ഏർപ്പെട്ടത്. ഈ മീഡിയേഷനിൽ ഏർപ്പെടുന്ന സമയത്ത് അവർക്ക് അറിഞ്ഞുകൂടായിരുന്നോ ഇത് തീവ്രവാദികളായിരുന്നു എന്നുള്ളത്? അപ്പൊ തീവ്രവാദികളുമായിട്ട് മീഡിയേഷൻ നടത്താൻ എന്തിനാണ് അവർ വന്നത്? അവർ തന്നെയാണ് ഞങ്ങളെ അപ്പോയിന്റ് ചെയ്തത്. ഖത്തറിനെ ഇസ്രായേലും അമേരിക്ക അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, അവർ ഇസ്രായേലിനെ തന്നെയാണ് പറയുന്നത്. ഖത്തറിനെ ഇസ്രായേലിന് വേണ്ടിയിട്ട് തന്നെയാണ് മീഡിയേഷൻ ചെയ്യാൻ അപ്പോയിന്റ് ചെയ്തത്. അവർ തന്നെ അപ്പോയിന്റ് ചെയ്ത നമ്മളുടെ മേളിൽ പിന്നീട് ഇവിടെ ഉള്ളത് തീവ്രവാദികളാണെന്ന് പറഞ്ഞുകൊണ്ട് ആക്രമണം നടത്താൻ അവർ കാണിച്ച ആ ഒരു ഇരട്ടത്താപ്പ്. മീഡിയേഷൻ ചെയ്യുമ്പോഴേ അവർക്ക് അറിഞ്ഞുകൂടായിരുന്നോ ഹമാസ് തീവ്രവാദികളാണെന്നുള്ളത് എന്നുള്ള ചോദ്യത്തോടു കൂടിയാണ് പുള്ളി ആ ഒരു മീറ്റിംഗ് തുടങ്ങി വെച്ചത്. അത് കഴിഞ്ഞിട്ട് ഇറാൻ സംസാരിക്കുന്നുണ്ടായി. ഇറാൻ പറഞ്ഞത്, നിങ്ങൾ നോക്കൂ, അവർ ബെയ്റൂത്തിൽ ആക്രമണം നടത്തുന്നുണ്ട്, സിറിയയിൽ മാറി അറ്റാക്ക് നടത്തുന്നുണ്ട്, ഗാസയിൽ തൂത്തുപറക്കി കളയുന്നുണ്ട്, ഈ പാലസ്തീനിയനെ അവർ ആരുടെ ചോദിക്കാതെ തന്നെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി പാലസ്തീനിയന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പോരാടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ തള്ളപ്പെട്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിലൊക്കെ ഭീകരമായ സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഇറാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തുക, ഇതാണ് തയ്യബ് എർദോഗൻ പറഞ്ഞു വെച്ചത്. ഇതിന് തയ്യബ് എർദോഗന് തന്നെ സാധിക്കില്ല എന്നുള്ളതാണ്. തയ്യബ് എർദോഗനും ഏറ്റവും കൂടുതൽ ഇസ്രായേലിനെ കൊണ്ട് ഗുണം നേടുന്ന ഒരു എക്സ്പോർട്ട് നടത്തുന്ന വ്യക്തിയാണ് തയ്യബ് എർദോഗൻ. അപ്പോൾ തീർച്ചയായിട്ടും പുള്ളി പുറത്ത് പറയുന്നതല്ല പുള്ളിയുടെ രാജ്യത്ത് നടപ്പിലാക്കുന്നത്. സോ അത് ആ രീതിക്ക് അങ്ങ് പോകും, അത്രേ ഉള്ളൂ. അടുത്തത് പാലസ്തീനിലെ മെഹ്മൂദ് അബ്ബാസ് പറഞ്ഞു വെച്ചത്, ഗാസ എവാക്യുവേഷൻ അതിഭീകരമായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, ജനങ്ങളുടെ ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് യൂണിറ്റി ആൻഡ് സോളിഡാരിറ്റി വേണം.
അറബ് രാജ്യങ്ങൾ തമ്മിൽ ഒരു യൂണിറ്റി, ഒരു സോളിഡാരിറ്റി വേണം. നമ്മൾ ഇസ്രായേലിനെ ചേർത്ത് നിൽക്കണം, ഇസ്രായേലിനെ ഇങ്ങനെ വിട്ടാൽ പോരാ എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെയാണ് അവിടെ പറഞ്ഞു വെച്ചത്. അപ്പൊ അതിനുശേഷം എർദോഗന്റെ ഊഴം വന്നു. തായ്യിബ് എർദോഗൻ, നമ്മളുടെ ഓട്ടോമൻ എംപറർ, ആ ഒരു പാരമ്പര്യം കൊണ്ടു നടക്കുന്ന തായ്യിബ് എർദോഗൻ, പുള്ളി പറഞ്ഞത് എക്സ്പോർട്ട് ഇമ്പോർട്ട്, ഇസ്രായേലുമായിട്ട് എക്സ്പോർട്ട് ഇമ്പോർട്ട് ഇതൊക്കെ തുർക്കി നിർത്തിയിട്ട് കാലങ്ങളായി, ഇപ്പോഴും അവിടെ എക്സ്പോർട്ട് ഇമ്പോർട്ടൊക്കെ നടക്കുന്നുണ്ട്. തായ്യിബ് എർദോഗൻ ചുമ്മാ ഇരുന്നങ്ങ് തള്ളുകയാണ്. അപ്പൊ അങ്ങനെ എനർജി മേഖലയിൽ നല്ല രീതിയിലുള്ള എക്സ്പോർട്ട് ഇമ്പോർട്ട് ഇസ്രായേലും തുർക്കിയും തമ്മിൽ നടക്കുന്നുണ്ട്. അത് ഇപ്പോഴും നിലവിലുണ്ട്. ഇസ്രായേലുമായിട്ടുള്ള ഇമ്പോർട്ട് എക്സ്പോർട്ട് നമ്മൾ കുറയ്ക്കണം. കാരണം ഇമ്പോർട്ട് എക്സ്പോർട്ട് അവരുമായിട്ട് ചെയ്തുകൊണ്ട് നമ്മൾ അവർക്കെതിരെ നടപടി എടുക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ കോമഡിയാണ് എന്നാണ് എർദോഗൻ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ അതിലൊരു കാര്യം പുള്ളി പറഞ്ഞു വെച്ചത്, എന്തായാലും ഇസ്രായേൽ ചെയ്തത് ഒരു ഇന്റർനാഷണൽ ലോ വയലേഷൻ ആണ്, അതിനെതിരെയുള്ള നടപടി എന്തായാലും എടുക്കണം. അങ്ങനെ എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും സെൽഫ് സഫീഷ്യൻ്റ് ആയിരിക്കണം. നമ്മൾ ആരും തന്നെ ഡിപ്പെൻഡൻസി, ഇസ്രായേലിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു കാര്യത്തിലേക്കും നമ്മൾ ഇറങ്ങാൻ പാടില്ല. ഇതാണ് തായ്യിബ് എർദോഗൻ പറഞ്ഞു വെച്ചത്. പക്ഷെ അത് ഇപ്പോൾ നിങ്ങൾ ഓരോ രാജ്യങ്ങൾക്കും അത് സാധ്യമാണ്. ഇപ്പോൾ ഇസ്രായേലുമായിട്ട് ബന്ധം വെച്ചിരിക്കുന്ന ഓരോ രാജ്യങ്ങൾക്കും ഇത് സാധ്യമാണോ എന്നുള്ളതാണ് നിങ്ങൾ ചിന്തിച്ച് നോക്കേണ്ടത് എന്നാണ് തായ്യിബ് എർദോഗൻ പറഞ്ഞത്. ഇൻഡയറക്ട്ലി പുള്ളി പറഞ്ഞു വെച്ചത് സൗദി അറേബ്യയാണ്. കാരണം ഏറ്റവും കൂടുതൽ ഈ യുദ്ധം നടക്കുന്ന സാഹചര്യത്തിലും സൗദി അറേബ്യയാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് എക്സ്പോർട്ട് നടത്തുന്നത്. UAE കൂടി നടത്തുന്നുണ്ട്, മൊറോക്കോ നടത്തുന്നുണ്ട്. വെസ്റ്റേൺ ഡിപ്പെൻഡൻസി കുറയ്ക്കുക, ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട ഡിപ്പെൻഡൻസി കുറയ്ക്കുക, ഇമ്പോർട്ട് എക്സ്പോർട്ട് ഇറക്കുമതി കയറ്റുമതിയൊക്കെ നിയന്ത്രിക്കുക. അത് വളരെ ദുരന്തം വരുത്തി വെക്കുന്ന ഒരു സംഗതിയാണ്. ആ രീതിയിലാണ് ഇസ്രായേൽ അരാജകത്വം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് പാലസ്തീനിയൻ ലീഡറായിട്ടുള്ള മെഹ്മൂദ് അബ്ബാസ് പറഞ്ഞു വെച്ചത്. പുള്ളിക്ക് ആ കാര്യം മാത്രമേ പറയാനുള്ളൂ, വേറെ സത്യത്തിൽ പുള്ളിക്കാരനൊന്നും പറയാനില്ല, പാവത്താൻ. ഈജിപ്തിലെ അബ്ദുൽ ഫത്താഹ് അൽ സിസി, ഏറ്റവും കൂടുതൽ ഇസ്രായേലുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന ആളാണ് അബ്ദുൽ ഫത്താഹ് അൽ സിസി. ഇസ്രായേലിന്റെ ഉള്ളിൽ ഈജിപ്തിലുള്ള പല കമ്പനികൾക്കും കോൺട്രാക്ട് ഉണ്ട്. എന്നിട്ട് അബ്ദുൽ ഫത്താഹ് അൽ സിസി അങ്ങ് അറ്റം ടോപ്പ് മോസ്റ്റ് ആണ് പറഞ്ഞത്. അത് വേറെ ഒന്നുമില്ല, സൈനായ് ഡെസർട്ട് വെറുതെ കിടക്കാണ്. ഞാൻ ഓൾറെഡി തന്നെ പാലസ്തീനികൾ ഈജിപ്തിനുള്ളിലേക്ക് കടന്നു കയറി വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു 20,000 മുതൽ ഒരു 30,000 ബറ്റാലിയൻസിനെ അവിടെ ഞാൻ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ എല്ലാവരും കൂടി ഒരു 20,000 30,000 വെച്ചിട്ട് നിങ്ങളുടെ രാജ്യത്തിലുള്ള ട്രൂപ്പുകളെല്ലാം അങ്ങോട്ട് അയക്കും. നമ്മൾ സൈനായ് സൈഡിൽ നിന്നും ഇസ്രായേലിനെ അങ്ങ് അറ്റാക്ക് ചെയ്യാം. ഒരു അറ്റാക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അടിക്കുന്നത് ഇസ്രായേലിന് കൃത്യമായിട്ട് മനസ്സിലാവണം. ആ അടി ചെറിയ അടി ആയിരിക്കരുത് എന്നുള്ള രീതിയിലാണ് അബ്ദുൽ ഫത്താഹ് അൽ സിസി ടോപ്പ് മോസ്റ്റ് ആയിട്ട് സംസാരിച്ചു വെച്ചത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കോമഡി ആയിട്ട് വേണമെങ്കിൽ എടുക്കാം. കാരണം നിങ്ങൾ ഇത്രമാത്രം ഇല്ലെങ്കിൽ മറ്റ് അറബ് രാജ്യങ്ങളെല്ലാം കൂടി ഒന്ന് കളിയാക്കുന്ന പോലെ ആവാം. കാരണം നിങ്ങൾ ഇത്രമാത്രം സംസാരിക്കുന്നില്ലേ, എൻ്റെ ലാൻഡ് അവിടെ ഒഴിഞ്ഞു കിടക്കാണ്, നിങ്ങൾ എന്തിന് ഇത്രയും ഇരുന്ന് വാചം അടിക്കുന്നത്, നിങ്ങളെല്ലാവരും നിങ്ങളുടെ ആയുധ സാമഗ്രികളെല്ലാം എടുത്തുകൊണ്ട് വരി, നമ്മൾ ഇസ്രായേലെ അടിക്കാം, സാധ്യമാണെങ്കിൽ വിളിച്ചു വരുത്തുകയാണ് അവിടെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ഇസ്രായേലിനെതിരെ. അബ്ദുൽ ഫത്താഹ് അൽ സിസിയാണ് ഒരു ടോപ്പ് ക്ലാസ് സ്റ്റേറ്റ്മെന്റ് അവിടെ പറഞ്ഞു വെച്ചത്. ഇറാഖിന്റെ പ്രൈം മിനിസ്റ്റർ സുഡാനി പറഞ്ഞു വെച്ചത്, നമ്മൾ എന്തുകൊണ്ട് ഒരു അറബ് നാറ്റോ സംഘടിപ്പിച്ചുകൂടാ, ഇസ്ലാമിക് രാജ്യങ്ങളെല്ലാം കൂടി ചേർന്നിട്ട്, നോട്ട് ഓൺലി അറബ്, ഇസ്ലാമിക് രാജ്യങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് ഒരു അറബ് നാറ്റോ ഉണ്ടാക്കി കഴിഞ്ഞാൽ, നമ്മൾ ഒരു ആർട്ടിക്കിൾ 5 ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മളിൽ ആരെങ്കിലും ഒരാളെ തൊട്ട് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കൂടി കൂടോടെ ഇളകി വരുന്ന രീതിയിലുള്ള ചില പോളിസികളൊക്കെ ക്രിയേറ്റ് ചെയ്താൽ നന്നായിരിക്കുമെന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഇവിടെയാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്, സിറിയയ്ക്ക് മേളിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം, അതിനെയും ഏറ്റവും കൂടുതൽ ഗണ്ണിച്ച് സംസാരിച്ചിട്ടുണ്ട്, അതിനെയും ഏറ്റവും കൂടുതൽ കണ്ടംപ്റ്റ് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട് ഈ അറബ് ലീഗ് മീറ്റിംഗിൽ. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, സിറിയയിൽ സെൻകോമിന്റെ ചീഫ് ഇന്നലെ സിറിയ വിസിറ്റ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സിറിയ ഒരു ഡബിൾ മൈൻഡിലാണ് ഈ ഒരു മീറ്റിംഗിന് പോയത് തന്നെ. സിറിയ ജസ്റ്റ് ഇപ്പോൾ കയറി വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. വളരെ അവർ ശരിക്കും ഒരു ഹണിമൂൺ പീരീഡിലാണ് ഈ സിറിയ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് അവർ അമേരിക്കയുമായിട്ട് ഭിന്നിച്ച് പോകാനോ അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെ നിലപാടെടുക്കാനോ തയ്യാറല്ല. അത് സിറിയയുടെ താൽക്കാലിക പ്രസിഡന്റ് ആയിട്ടുള്ള അഹമ്മദ് അൽ ഷാര ഇതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ സിറിയയെക്കുറിച്ചുള്ള സങ്കടം പറയുന്നത് മറ്റുള്ള ആൾക്കാരാണ്. ലബനാൻ ഇതിനെക്കുറിച്ച് ഒരു പരാതിയില്ല, ലബനാനെ കുറിച്ചുള്ള പരാതി പറയുന്നത് അറബ് ലീഗാണ്. അപ്പോൾ ഇങ്ങനെ മറ്റുള്ള രാജ്യങ്ങളുടെ പരാതികൾ മാത്രമാണ് ഫോക്കസ് ചെയ്ത് സംസാരിച്ചത്. അതാത് പർട്ടിക്കുലർ രാജ്യങ്ങളിലുള്ള ലീഡേഴ്സ് അതിനെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അങ്ങനെ സിറിയയെ എടുത്ത് ഇതിനകത്ത് ഒരു മെയിൻ ഫോക്കസ് ആയിട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അഹമ്മദ് അൽ ഷാര അതിൽ നിന്നും വഴുതി മാറുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. കാരണം വേറെ ഒന്നുമില്ല, ഈ ISIS എന്ന് പറഞ്ഞ ഈ സംഘടന ഉണ്ടല്ലോ, ഇറാഖിൽ മാത്രം 20 ഗ്രൂപ്പുകളുണ്ട്, 20 സെക്ടേറിയൻസ്, അതായത് 20 വിവിധ തരത്തിലുള്ള ആശയങ്ങൾ കൈക്കൊള്ളുന്ന ഈ തീവ്രവാദ ഗ്രൂപ്പ് ഇറാഖിലുണ്ട്. ഈ അറബ് രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒരു രാജ്യം ആയുധം എടുക്കുന്നു എന്നുണ്ടെങ്കിൽ ഈ ടീമുകളില്ലേ, ഈ തീവ്രവാദ ടീമുകൾ അവിടെ ശക്തിപ്പെടും. ഇത് അറബ് രാജ്യങ്ങൾ വിചാരിച്ചാൽ തീർക്കാൻ പറ്റുന്ന പ്രശ്നമല്ല. ഇസ്രായേലാണ് ശരിക്കും മിഡിൽ ഈസ്റ്റിന്റെ സ്റ്റെബിലിറ്റി. ആ സ്റ്റെബിലിറ്റിയെ ഇവർ തകർക്കുന്നു എന്നുണ്ടെങ്കിൽ പിന്നീട് തമ്മിൽ അടിച്ചങ്ങ് ഇല്ലാതാവത്തേ ഉള്ളൂ. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. സൗദി അറേബ്യയാണ് പിന്നെ അതിനുശേഷം സംസാരിക്കാൻ വന്നത്. വളരെ ടോപ്പ് മോസ്റ്റ് ആയിട്ട് തന്നെ സംസാരിച്ചു. അതായത് ഇസ്രായേലി പൗരന്മാർ ആരും തന്നെ സൗദിക്കകത്ത് ഉണ്ടാവാൻ പാടില്ല. ഇതുവരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഉടനെ തന്നെ എക്സിറ്റ് ആവേണ്ടതാണ്. അതുപോലെ സൗദി പൗരന്മാർ ആരെങ്കിലും തന്നെ ടെലവീവിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഇമീഡിയറ്റ് ആയിട്ട് ഇസ്രായേൽ വിടേണ്ടതാണ്. ഈ ഒരു നോട്ടിഫിക്കേഷനാണ് സൗദി അറേബ്യ കൊടുത്തത്. പക്ഷേ സൗദി അറേബ്യ നടത്തുന്ന ബിസിനസ് ഡീലുകളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു രീതിയിലുള്ള പരാമർശങ്ങളും സൗദി അറേബ്യ അവിടെ സംസാരിച്ചില്ല.
കാരണം സൗദിക്ക് ഇസ്രായേലിനെതിരെ ഇങ്ങനെയുള്ള നീക്കങ്ങളെ എടുക്കാൻ പറ്റൂ. കാരണം വേറെ ഒന്നുമില്ല, ഈ സൗദി അറേബ്യയുടെ നേരെ ഓപ്പോസിറ്റിൽ ഇരുന്ന് സംസാരിക്കുന്ന ഇറാൻ, ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് നമ്മൾ നല്ല ബന്ധുക്കളാണ്, നമ്മൾ സഹോദരങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്ന ഇതേ ഇറാൻ ശരിക്കും ഹൂത്തികളെ വെച്ച് ഫണ്ട് ചെയ്ത് സൗദി അറേബ്യയ്ക്കുള്ളിലുള്ള എണ്ണപ്പാടങ്ങളെ അടിക്കുന്നത് പല തവണയായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. അതിനെ ശരിക്കും പറഞ്ഞാൽ അതിനൊരു സപ്പോർട്ടാണ് ഇസ്രായേൽ. അതുകൊണ്ട് സൗദിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ഇറാൻ എന്താണെന്നും ഇസ്രായേൽ എന്താണെന്നും. അതുകൊണ്ടാണ് സൗദി ഈ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് എടുത്ത് മുന്നോട്ട് പോകുന്നത്. യെസ്, അറബ് മീറ്റിംഗിൽ ഞാൻ ഉണ്ടോ? യെസ്, ഞാൻ ഉണ്ട്. ഞാൻ തന്നെയാണോ ലീഡർ? യെസ്, ഞാൻ തന്നെയാണ് ലീഡർ. പക്ഷേ അവിടെ ഒരു പക്ഷേ ഉണ്ട്. ഇസ്രായേലിനെതിരെ ലിമിറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും സൗദി അറേബ്യ. അതിൽ കവിഞ്ഞുള്ള ഒരു പരിപാടിക്കും സൗദി അറേബ്യ തയ്യാറല്ല. അതുപോലെ യൂറോപ്യൻ മേഖലയിൽ ശരിക്കും പറഞ്ഞാൽ സ്വീഡൻ തികച്ചും ഇസ്രായേലിനെ എതിർക്കുന്നുണ്ട്. അതിനുള്ള തെളിവ് എന്നുള്ള നിലയിൽ നോക്കിക്കഴിഞ്ഞാൽ സ്വീഡനിലെ പോപ്പുലേഷൻ ഇസ്രായേലിനെ എതിർക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം അത്രമാത്രം റാലി ഇസ്രായേലിനെ എതിർത്തുകൊണ്ട് സ്വീഡനിൽ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇസ്രായേലിനെതിരെയുള്ള ആ ഒരു വികാരം എത്രമാത്രം സ്വീഡനിലുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് സ്വീഡൻ ഗവൺമെന്റ് ഇതുപോലത്തെ പ്രതികരണങ്ങളിലേക്ക് മുന്നോട്ട് വരുന്നത്. 69ാമത് IAEA ഇന്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസിയുടെ മീറ്റിംഗ് നടക്കുന്നുണ്ടായിരുന്നു ജനീവയിൽ. അവിടെ വെച്ചിട്ട് സംസാരിക്കവേ ഇറാന്റെ പാർട്ടിസിപ്പന്റ് അവിടെ ഉണ്ടായിരുന്നു, ഇസ്മായിലി. പുള്ളി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു വെച്ച നിർദ്ദേശങ്ങളിൽ ഒരു നിർദ്ദേശം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് വീണ്ടും ഞങ്ങളെ അറ്റാക്ക് ചെയ്യരുത് ഈ ഒരു ആണവായുധത്തിന്റെ പേരിൽ. അതിനൊരു ഉറപ്പ് IAEAക്ക് തരാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ IAEAയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലേക്കും സഹകരിക്കാൻ തയ്യാറാണ്. പക്ഷേ ഇസ്രായേൽ ഞങ്ങളെ അറ്റാക്ക് ചെയ്യില്ല എന്നുള്ള ഉറപ്പ് നിങ്ങൾക്ക് തരാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. വളരെ വ്യക്തമായിട്ടുള്ള ചോദ്യമാണ്. അതിനുള്ള മറുപടി ഒന്നും IAEA ഇതുവരെ കൊടുത്തിട്ടില്ല. വി വിൽ ഡിസ്കസ് എന്ന് പറഞ്ഞ് അവരെ ഒഴിവാക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായത്. എന്നാൽ വേറൊരു ചോദ്യം ഉയരുന്നത്, ഈ 400 കിലോഗ്രാം എൻറിച്ച്ഡ് യുറേനിയം, അതായത് ജസ്റ്റ് നമുക്ക് ആണവായുധം ഉണ്ടാക്കാം എന്നുള്ള ചിന്ത മാത്രം മതി, ആണവായുധം റെഡി എന്നുള്ള നിലയിലാണ് ഈ ഒരു എൻറിച്ച്ഡ് യുറേനിയം ശേഖരിക്കപ്പെട്ടിരിക്കുന്നത്. ഈ എൻറിച്ച്ഡ് യുറേനിയം എവിടെ എന്നുള്ളൊരു ചോദ്യം വളരെയധികം പ്രസക്തമായിട്ട് ഈ ഒരു സമയത്ത് ഉന്നയിക്കപ്പെടുന്നുണ്ട്. ശരിക്കും ഈ 400 കിലോഗ്രാം യുറേനിയം എവിടെ? ഒന്നെങ്കിൽ ആ സ്ഥലത്ത് തന്നെ അത് നശിപ്പിക്കപ്പെട്ടുവെങ്കിൽ റേഡിയേഷനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ സൂചനകൾ ഉണ്ടാവണം. അതൊന്നുമില്ല. ഈ 400 കിലോഗ്രാം എൻറിച്ച്ഡ് യുറേനിയം എവിടെ പോയി? അതാണ് ഇസ്രായേലിന്റെ ഉള്ളിൽ നിന്ന് ഈ ചോദ്യം വീണ്ടും ഉന്നയിക്കപ്പെടുന്നുണ്ട്. അപ്പൊ അതിന് ആദ്യം മൊസാദ് പറഞ്ഞിരുന്നത് മൊസാദിന് അറിയാം ഇത് എവിടെയാണെന്നുള്ളത്. പക്ഷേ അമേരിക്കയാണ് ടൈം ലൈൻ കൊടുക്കാത്തത്. അമേരിക്ക ഒരു 24 മണിക്കൂർ കൂടി ആ 12 ദിവസത്തെ യുദ്ധം ഒറ്റ ദിവസത്തേക്ക് കൂടി നീട്ടി വെച്ചിരുന്നുവെങ്കിൽ വളരെ വ്യക്തമായിട്ട് മൊസാദ് അതിനെ പുറം ലോകത്തേക്ക് കാണിച്ചു കൊടുത്തേനെ എന്നാണ് ഇപ്പൊ ഇസ്രായേൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നെതന്യാഹു മാസ് മറുപടി. തൊട്ടടുത്ത് മാർക്കോ റൂബിയോ ഉണ്ട്. മാർക്കോ റൂബിയോ ഇരുത്തിക്കൊണ്ട് തന്നെയാണ് നെതന്യാഹു ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ഈ സ്റ്റേറ്റ്മെന്റ് വേറെ ഒന്നുമില്ല, ഹമാസിന്റെ തീവ്രവാദികൾ, ഞങ്ങളുടെ രാജ്യത്തിനെ ഉപദ്രവിച്ച ആൾക്കാർ, ഒക്ടോബർ 7 പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ ആൾക്കാർ എവിടെ ഉണ്ടെങ്കിലും, ഈ ലോകത്ത് എവിടെ ഉണ്ടെങ്കിലും ഞങ്ങൾ അവിടെ വന്ന് അവരെ ഇല്ലായ്മ ചെയ്തിരിക്കും. അതായത് ഖത്തറിലാണെങ്കിൽ ഖത്തറിൽ ഞങ്ങൾ അടിച്ചിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ വ്യക്തമായിട്ടുള്ള ബോൾഡ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനിയിപ്പോൾ ട്രംപ് ഖത്തറിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞാലും ഇസ്രായേലിന് അറിയാം അറ്റ് ദ എൻഡ് അമേരിക്ക ഇസ്രായേലിനോടൊപ്പം നിൽക്കുമുള്ളത്. അറ്റ് ദ എൻഡ് അമേരിക്ക ഇസ്രായേലിനോടൊപ്പം തന്നെ നിൽക്കും എന്നുള്ളത് അവർക്ക് വളരെ ഉറപ്പായിട്ട് അറിയാം. അല്ലെങ്കിൽ ട്രംപിന് പോലും നിലനിൽപ്പുണ്ടാവില്ല. അത്രമാത്രം ജൂയിഷ് കമ്മ്യൂണിറ്റി അവിടെ ഉണ്ട് അമേരിക്കയിലെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നെതന്യാഹു വളരെ ശക്തമായിട്ട് പറയാണ്, ഈ ഹമാസ് തീവ്രവാദികൾ ഏത് രാജ്യത്തുണ്ടെങ്കിലും ഞാൻ ഇല്ലാതാക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഖത്തർ മാത്രമല്ല, ഏത് രാജ്യത്തുണ്ടെങ്കിലും അവരെ ഞാൻ വേട്ടയാടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ശരിക്കും അറബ് ലീഗിൽ നടന്ന ആ ഒരു ഡിസ്കഷൻ. ആ ഡിസ്കഷന്റെ ഒരു ചുരുക്കമാണ് ഞാനിവിടെ പറഞ്ഞത്. വളരെ നീണ്ട ചർച്ചയായിരുന്നു. ഇവർ എത്രത്തോളം മീറ്റിംഗ് കൂടി സംസാരിച്ചാലും അവസാനം നെതന്യാഹു പറഞ്ഞല്ലോ ഒരു ഒറ്റ സ്റ്റേറ്റ്മെന്റ്, ഫിയർലെസ് സ്റ്റേറ്റ്മെന്റ് എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. ഒരു പേടിയില്ലാതെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്, ഇനിയും ഹമാസിനെ ഞാൻ അടിക്കും എന്ന് തന്നെയാണ് നെതന്യാഹു പച്ചയ്ക്ക് പറഞ്ഞു തീർത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.